കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. ഹാബീലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ആദ്യത്തെ യാഗം അല്ലെങ്കിൽ ആദ്യത്തെ ആരാധന എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ആദാമിന് ദൈവം കൊടുത്ത തലമുറകളായ കായീനും ഹാബേലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വഴിപാട് കൊണ്ടുവന്ന് യാഗമർപ്പിച്ച് ദൈവത്തിന് പ്രസാദം നേടിയ ഒരു ഭാഗം അല്ലേ. നമുക്കറിയാം, രണ്ടുപേരാണ് കടന്നു വരുന്നത്. അതും രണ്ടും സഹോദരങ്ങളാണ്. എന്നാൽ ഒരുവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഒരുവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. എന്തുകൊണ്ടാണ് ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാൻ കാരണമായത്? അതാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. എബ്രാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് എബ്രാലേഖനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്. വിശ്വാസത്താൽ ഹാബേല് കയീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അപ്പം ഉത്തമമായ യാഗം കഴിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ ഉത്തമമായ യാഗം കഴിച്ചുവെന്ന് നമ്മൾ ചിന്തിക്കണം. അത് ഈ 4-ാം വാക്യത്തിൽ തന്നെ ഉണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ സ്തോത്രം കായീൻ എന്ത് കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. 3-ാം വാക്യം ഉൽപ്പത്തി പുസ്തകം 4:3. കുറെ കാലം കഴിഞ്ഞിട്ട് കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. നമുക്കറിയാം, കായീൻ കൃഷിക്കാരനായിരുന്നു അല്ലേ. അപ്പം നിലത്തെ അനുഭവത്തിൽ നിന്ന് ഒന്ന് കൊണ്ടുവന്നു എന്ന് മാത്രമേ കായീൻ്റെ യാഗവസ്തുവിനെ കുറിച്ച് പരാമർശിക്കുന്നുള്ളൂ. എന്നാൽ ഹാബേലിൻ്റെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നൊരു ഭാഗം, ഹാബേൽ ഒന്നാമത് ചെയ്ത കാര്യം അവൻ ആടുകളിൽ കടിഞ്ഞൂലിനെ എടുത്തു. ഒന്നാമത്തെ പ്രത്യേകത. 2, അവയിൽ നിന്ന് മേധസ്സുള്ളതിനെ അവൻ യാഗത്തിനെ തിരഞ്ഞെടുത്തു. ശ്രദ്ധിച്ച്, ഏതെങ്കിലും ഒരു മൃഗം ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആടിനെ അല്ല അവൻ കൊണ്ടുവന്നത്. 1, അത് കടിഞ്ഞൂലുകളെ ഒന്നായിരുന്നു. 2, അതിൽ മേധസ്സുള്ളതിനെ അവൻ ദൈവത്തിന് അർപ്പിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പം കായീൻ ജീവനില്ലാത്തതിനെ കൊണ്ടുവന്നു എന്നുള്ളതല്ല സ്തോത്രം അവൻ്റെ യാഗം പ്രസാദിക്കാത്തതിന് കാരണം. സ്തോത്രം അതിനുള്ള കാരണം ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു യാഗാർപ്പണം മാത്രമേ അതിനകത്ത് നടന്നിട്ടുള്ളൂ. ഇന്നത്തെ കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ചിലരൊക്കെ ആരാധനയ്ക്ക് വരുന്നത് കണ്ടിട്ടില്ലേ, പ്രാർത്ഥനയ്ക്ക് വരുന്നത് കണ്ടില്ലേ. ഒരു നേരം പോക്ക് പോലെ കുറച്ച് സമയം ഇരുന്ന് പാട്ടുപാടിയോ കൈയടിക്കോ ഇല്ലെങ്കിൽ സ്തോത്രം വെറുതെ ഇരുന്നിട്ടോ ഒക്കെ എഴുന്നേറ്റ് പോകുന്നവരുണ്ട്. അപ്പം എങ്ങനെയും ഒരു ആരാധനയ്ക്ക് അറ്റൻഡ് ചെയ്യുക എന്നുള്ള മാത്രം ചിന്തിച്ച് ഒരു ദൈവപ്രവർത്തിക്കായിട്ടോ ഇല്ലെങ്കിൽ ഒരു ദൈവത്തിന് പ്രസാദകരമാകുന്ന രീതിയിലോ ഇല്ലെങ്കിൽ സ്തോത്രം എനിക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണം എന്നൊരു താല്പര്യത്തിലോ വരുന്നവരല്ല ഈ കയ്യിൻ്റെ വിഭാഗത്തിൽപ്പെട്ടവർ. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ആരാധിച്ചിട്ട് തിരിച്ചു പോകുക എന്നുള്ളതാണ്. എന്നാൽ ഹാബേൽ അങ്ങനെയല്ല. കടിഞ്ഞൂലുകളിൽ നിന്ന് ഒന്നിനെ സ്തോത്രം എടുക്കുകയും അടുത്ത് അവൻ സ്തോത്രം മേധസ്സിൽ നിന്ന് ഒന്നിനെ ദൈവസനയിൽ കൊണ്ടുവരികയും അതാണ് ദൈവത്തിന് പ്രസാദകരമായി മാറുവാൻ തക്കവണ്ണം ഇടവന്നത്. ഇസ്രായേൽ ജനത്തിന്റെ പെസഹാചരണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം, ഊനമില്ലാത്ത ആടിനെ ആയിരിക്കണം അർപ്പിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അവിടെ എല്ലാം നമ്മൾ വ്യക്തമാണ്, ഊനമില്ലാത്തതിനെ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഏതെങ്കിലും രൂപത്തിൽ വന്നിരുന്ന് ആരാധിച്ചു പോകുന്നവരായിട്ടല്ല. ഹാബേലിനെ പോലെ കടിഞ്ഞൂലുകൾ ഒന്നിനെ മേധസ്സുള്ളതിന് ബലമുള്ള ശക്തിയുള്ള നമുക്ക് നമ്മുടെ കഴിവിൻ്റെ മാക്സിമം ഇല്ലെങ്കിൽ നമ്മുടെ സ്തോത്രം നല്ലൊരു ആരോഗ്യം, നമ്മുടെ ജീവിതം സ്തോത്രം നമ്മുടെ സമ്പത്ത് നമുക്കുള്ളതിന് എല്ലാം ദൈവത്തിന് പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ നമ്മൾ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി ഒരുക്കപ്പെട്ടാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവരും. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഒരു നല്ല ആരാധന ചെയ്യുവാൻ, ഒരു ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗം അർപ്പിക്കാൻ അവിടെ ഞങ്ങൾക്ക് കൃപ നൽകിയാലും കർത്താവെ, അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി ഈ മെസ്സേജ് മാറട്ടെ. അനേകായിരങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ചേരുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.